മിസ്റ്റർ ജിപ്സിയുടെ ECTMS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇത് കാണാം, ഞാൻ ഇവിടെ ഒരു പേരുമുണ്ട്, അതേപോലെ മാർക്സ് എന്ന 2 കോളം കാണാൻ പറ്റും. ഇതിൽ പലതും കാണുകയാണെങ്കിൽ ചിലതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. പേരിലാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേരുകൾ കാണാം, മാർക്സിലാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂകൾ കാണാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് പെട്ടെന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള ഒരു ടൈൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹോമിന്റെ അണ്ടറിൽ തന്നെയാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കോളത്തിലുള്ള ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. ഏതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് നമ്മൾ എത്രത്തോളം ഡാറ്റ ഉണ്ടോ അവിടെ മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റും ഹൈലൈറ്റ് ഉണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം, ഡാറ്റ ബാർ, കളർ സ്കീം. ഡാറ്റ ബാറും കളർ സ്കീമിന്റെ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ റൂൾ എന്നുള്ള സംഭവമാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ന്യൂ റൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടാബാണ് വരാൻ പോകുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും ഫോർമാറ്റ് ആൾ സെൽസ് ബേസ്ഡ് ഓൺ ദർ വാല്യൂസ് ഓൺലി സെൽ ദാറ്റ് കണ്ടെയ്ൻ. അതായത് എന്തെങ്കിലും സെല്ലിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലാം നമ്മൾ നോക്കുന്നത് ഇതാണ് ഫോർമാറ്റ് ഓൺലി യുണീക്ക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്നുള്ള സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ള ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും ഫോർമാറ്റ് ആൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഈസ് ഇൻ ദ സെലക്ടഡ് റേഞ്ച്. ഒന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ യുണീക്ക്. ചില സമയത്ത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കാരണം മാക്സിമം യുണീക്ക് ആണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള സാധനം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് സാധാരണ ഡീഫാൾട്ട് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. പ്രിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫോർമാറ്റ് സെറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും വരില്ല, കാരണം ഒരു ഫോർമാറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൈറ്റിലോട്ട് വരുമ്പോൾ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഇതിലൂടെ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഇതിൽ നമ്പർ എന്നുണ്ടാവും, ഫോണ്ട് എന്നുണ്ടാവും, ബോർഡർ എന്നുണ്ടാവും, ഫിൽ എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഉപകാരം ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് എടുക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഫില്ലിന് ഞാൻ കയറിയിട്ട് ഇവിടെ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ള കളർ ഉണ്ട്, പിന്നെ മോർ കളേഴ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ തൽക്കാലത്തിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്രീൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റും. ഗ്രീൻ സെലക്ട് ചെയ്യാണ്. ഇനി ഞാൻ ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രിവ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റും. വീണ്ടും നമ്മളൊരു ഓക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള വാല്യൂസ് മുഴുവൻ എടുത്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സൂര്യ എന്നൊരു 2 പ്രാവശ്യം ഉണ്ട്, കൃഷ്ണൻ എന്ന് 3 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന വാല്യൂ ആയതുകൊണ്ട് നമുക്കത് കിട്ടി. ഇനി അതേപോലെ തന്നെ ഞാൻ മാർക്സിലും ചെയ്യാൻ പോവാണ്. നേരെ ഇതിലെടുക്കുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിൽ പോകുന്നു. ഇവിടെ വന്നിട്ട് ന്യൂ റൂളാണ് നമ്മൾ എടുക്കുന്നത്. ഈ ന്യൂ റൂൾ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഓൺലി യുണീക്ക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എടുക്കുന്നു. ഇവിടെ നോക്കി ഡ്യൂപ്ലിക്കേറ്റ് തന്നെ കിടക്കുന്ന ഫോർമാറ്റിൽ വരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മഞ്ഞ കളർ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ പാറ്റേൺ കളർ ഓട്ടോമാറ്റിക് പലതും എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ വേണമെങ്കിലും എടുത്ത് കാണിക്കാം. അതും ആണെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ എങ്ങനെയാണ്, കളർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണോ അല്ലേ എന്നുള്ളത് റെഡ് കളർ ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ കൊടുത്തു കഴിയുന്നു. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് നേരത്തെ ഇവിടെ യെല്ലോ ആൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ 2 സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന യെല്ലോ നമ്മൾ കളർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ യെല്ലോയിൽ വന്നിട്ടുള്ള റെഡ് ബോർഡർ വരാതിരുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 49 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 42 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 38 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും നമുക്ക് ഇത് എങ്ങനെ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇനി ഞാൻ താഴത്ത് വീണ്ടും ഞാൻ അടിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ടിൻഡു എന്ന് ഞാൻ അടിക്കാൻ പോവാം. ടിൻഡു എന്ന് അടിച്ചു കഴിഞ്ഞാൽ നോക്കി വീണ്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് വന്നു. അതായത് വീണ്ടും പച്ച കളർ വന്നു. ഇവിടെ ഇപ്പം ഇനി വാല്യൂ നമുക്കൊരു 37 37 അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 37 നമുക്കപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേ കളർ കോഡിങ് വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കുക, നേരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ പോവുക. ഇവിടെ ക്ലിയർ റൂൾസ് എന്നുണ്ട്, കണ്ടോ? ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് സെൽ അല്ല എൻറ്റയർ ഷീറ്റ് എന്നുണ്ട്. ഫ്രം സെലക്ടഡ് സെൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പഴയ പോലെ തന്നെ തിരിച്ചു പോയി. ഇത് നമ്മൾ ഒരിക്കലും ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് വരില്ല. ബാക്ക് ബട്ടൺ നമുക്ക് അതിന് വർക്ക് ആവില്ല ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയെന്നുള്ള കണ്ടുപിടിക്കേണ്ട വീഡിയോ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.